തെലങ്കാനയിൽ താമസിക്കുന്ന സുധാകർ റെഡ്ഡിയും ഭാര്യ സ്വാതി റെഡ്ഡിയുടെയും വീട്ടിലേക്ക് ചില കള്ളന്മാർ ഇടിച്ചു കയറുന്നു. വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങളും പണവും അവർക്ക് നൽകിയില്ലെങ്കിൽ കൊന്നുകളയുമെന്നവർ ഭീഷണിപ്പെടുത്തി. അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ നിന്ന സുധാകർ റെഡ്ഡിയുടെ മുഖത്ത് അവർ പെട്രോൾ ഒഴിച്ച് തീയിട്ടു. ശേഷം വീട് മുഴുവൻ അവർ തിരഞ്ഞെങ്കിലും അവർക്ക് അവിടെ നിന്നും കാര്യമായി ഒന്നും ലഭിച്ചില്ല. കള്ളന്മാർ അതിനുശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഭയന്ന് വിറച്ച സ്വാതി റെഡ്ഡി ഉടൻ തന്നെ ഒരു ബന്ധുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ശേഷം കത്തിക്കരിഞ്ഞ മുഖവുമായി സുധാകർ റെഡ്ഡിയെ അവർ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാർ ഉടൻ തന്നെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നും അതിനൊരു 5 ലക്ഷം രൂപയുടെ ചെലവുണ്ടെന്നും സുധാകർ റെഡ്ഡിയുടെ മാതാപിതാക്കളെ അറിയിച്ചു. അങ്ങനെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പോലീസുകാരും വന്ന് എല്ലാവരുടെയും മൊഴിയെടുത്തു. സർജറി നടക്കും വരെ സുധാകറിന് ലിക്വിഡ് ഭക്ഷണങ്ങൾ, അതായത് സൂപ്പ് പോലത്തെ ഭക്ഷണങ്ങൾ നൽകിയാൽ മതിയെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അങ്ങനെ അത് കേട്ട സുധാകറിന്റെ അമ്മ സുധാകറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മട്ടൻ സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ആശുപത്രിയിലെത്തി. എന്നാൽ സുധാകർ അത് കുടിക്കുവാൻ താല്പര്യം കാണിച്ചില്ല. ഡോക്ടർമാരും നേഴ്സുമാരും മാറി മാറി നിർബന്ധിച്ചിട്ടും സുധാകർ അത് കുടിച്ചില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ സുധാകർ പറഞ്ഞത്, ഞാനൊരു വെജിറ്റേറിയൻ ആണ്, പിന്നെ എങ്ങനെയാ ഞാൻ ഈ മട്ടൻ സൂപ്പ് കുടിക്കുക? ഇതിന്റെ വാസന പോലും എനിക്ക് ഇഷ്ടമല്ല. ഈ മറുപടി കേട്ട സുധാകറിന്റെ അമ്മയും കുടുംബവും ഞെട്ടി. കഴിഞ്ഞ ആഴ്ചയും കൂടി മട്ടൻ സൂപ്പ് ആസ്വദിച്ച് കുടിച്ച ആള് പെട്ടെന്നെങ്ങനെ വെജിറ്റേറിയനായി മാറി? അപ്പോൾ ശരിക്കും ആർക്കാണ് പൊള്ളലേറ്റത്? ആരാണ് ആ മുഖംമൂടിക്ക് പിന്നിൽ? ശരിക്കുമുള്ള സുധാകർ റെഡ്ഡിക്ക് എന്ത് സംഭവിച്ചു? രണ്ടായിരത്തി 14 സ്വാതിയും സുധാകറും വിവാഹിതരായത്. സുധാകർ ഒരു ബിസിനസ്സുകാരനാണ്, സ്വാതി ഒരു നേഴ്സും. 3 വർഷത്തിന്റെ ഇടയിൽ അവർക്ക് 2 കുട്ടികളും ജനിക്കുന്നു. എന്നാൽ പ്രസവത്തിന്റെ ഇടയിൽ സ്വാതിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. നടുവേദന കാരണം സ്വാതിക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കെയാണ് സ്വാതിയും സുധാകറും രാജേഷ് എന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടുമുട്ടുന്നത്. ആദ്യമൊക്കെ അവർ രണ്ടുപേരും കൂടിയാണ് രാജേഷിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ സുധാകർ നല്ല തിരക്കുള്ള ബിസിനസ്സുകാരനായിരുന്നു. അതുകൊണ്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വാതി ഒറ്റയ്ക്കായിരുന്നു രാജേഷിനെ കാണുവാൻ പൊക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു പോക്കായിരുന്നു എല്ലാത്തിനും തുടക്കം കുറിച്ചത്. അവരുടെ ആ നിരന്തരമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു പ്രണയബന്ധത്തിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് അവർ ലൈംഗിക ബന്ധത്തിലും ഏർപ്പെട്ടു തുടങ്ങി. അങ്ങനെ പരസ്പരം പിരിയാൻ പറ്റാത്ത അത്രയും ആഴത്തിൽ അവരുടെ ബന്ധം വളർന്നു. പക്ഷേ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അവർക്ക് ഒരാളെ ഒഴിവാക്കണം, സ്വാതിയുടെ ഭർത്താവ് സുധാകർ റെഡ്ഡിയെ. പക്ഷെ വെറുതെ ഡിവോഴ്സ് വാങ്ങി രാജേഷിന്റെ കൂടെ പോകുവാൻ സ്വാതിക്ക് മനസ്സില്ലായിരുന്നു. സുധാകർ റെഡ്ഡിയുടെ സ്വത്തും സ്വാതിക്ക് വേണമായിരുന്നു. അത്രയും സമ്പന്നനായിരുന്നു സുധാകർ റെഡ്ഡി. അതിനായി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അവർ രണ്ടുപേരും ആ ഒരു സിനിമ കാണുന്നത്. അല്ലു അർജുനും രാംചരനും അഭിനയിച്ച എവിടു അഥവാ ഭയ്യ മൈ ബ്രദർ എന്ന സിനിമ. അതിലെ നായകനായ അല്ലു അർജുന് മുഖത്ത് പൊള്ളലേറ്റത്തിന് ശേഷം രാംചരന്റെ മുഖം സർജറിയിലൂടെ മാറ്റി സ്ഥാപിക്കുന്നത് കണ്ടിട്ട് അവർ ഒരു പദ്ധതി ഇട്ടു. അങ്ങനെ ആ ദിവസം വന്നെത്തി. അന്ന് അവരുടെ പ്ലാൻ പോലെ രാജേഷ് അവരുടെ വീട്ടിലെത്തി. ശേഷം സുധാകർ റെഡ്ഡിക്ക് രാജേഷ് തന്ത്രപരമായി അനസ്തേഷ്യ നൽകി മയങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു ഇരുമ്പ് വടി കൊണ്ട് അവർ സുധാകർ റെഡ്ഡിയുടെ തലയ്ക്കടിച്ചു കൊന്നു. ശേഷം ബോഡി കാറിലിട്ടതിനു ശേഷം ഒരു കാട്ടിൽ കൊണ്ടുപോയി അവർ അതിനെ ചുട്ടുകരിച്ചു. തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷമാണ് അവരുടെ പദ്ധതിയിലെ ഏറ്റവും അപകടമേറിയ, ആരും ചെയ്യുവാനും വിശ്വസിക്കാനും പോലും മടിക്കുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യുവാൻ പോകുന്നത്. സ്വാതിയുടെ കൈവശം ഒരു ആസിഡ് ഉണ്ടായിരുന്നു. ആ ആസിഡ് ഉപയോഗിച്ച് രാജേഷിന്റെ മുഖത്ത് പൊള്ളലേൽപ്പിച്ചതിനു ശേഷം തന്റെ ഭർത്താവിനാണ് അത് സംഭവിച്ചതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ബാക്കിയുള്ള കാലം മുഴുവനും രാജേഷ് സുധാകർ റെഡ്ഡിയുടെ അഡ്രസ്സിലും ഐഡന്റിറ്റിയിലും ജീവിക്കാൻ എന്നായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള മാനസികമായ തയ്യാറെടുപ്പ് രാജേഷ് നടത്തി. അങ്ങനെ ധൈര്യം കൈവരിച്ചതിനു ശേഷം രാജേഷ് അതിന് സമ്മതിച്ചു. അങ്ങനെ പുലർച്ചെ 5:30 അത് സംഭവിച്ചു. സ്വാതി ആസിഡ് രാജേഷിന്റെ മുഖത്തേക്ക് ഒഴിച്ചു. അങ്ങനെ ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പോലീസുകാർ വന്ന് സ്വാതിയുടെ മൊഴിയും എടുത്തു. എന്നാൽ അത്ര വിശ്വസനീയമായ വാക്കുകളായിരുന്നില്ല സ്വാതിയുടേത്. പെട്രോൾ ഒഴിച്ച് മുഖം കത്തിയതല്ല എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. അതുമാത്രമല്ല, സുധാകറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മട്ടൻ സൂപ്പ് കുടിക്കുവാൻ നിരസിച്ചതോടെ അവർക്ക് ഒരു കാര്യം ഉറപ്പായി, പൊള്ളലേറ്റ് സർജറിക്ക് തയ്യാറായിരിക്കുന്ന ആള് സുധാകർ അല്ല എന്ന്. അങ്ങനെ പോലീസുകാർ സ്വാതിയെ കസ്റ്റഡിയിലെടുത്തു. സ്വാതി ഒരു പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് പോലീസിന്റെ ഇടുത്തി പോലത്തെ ചോദ്യത്തിന് മുന്നിൽ സ്വാതി അടപടലം പതറിപ്പോയി. അങ്ങനെ എല്ലാ സത്യങ്ങളും സ്വാതിക്ക് അവരോട് പറയേണ്ടി വന്നു.